ഇസ്ലാമിന്റെ മുഖ്യധാരയിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ബിദ്ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും രാഷ്ട്രീയ ഭരണ സംവിധാനം ഉപയോഗപ്പെടുത്തി ലോകത്ത് കുഴപ്പമുണ്ടാക്കുകയും ചെയ്ത മുഅ്തസിലികൾക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുകയും അവരുടെ വികലമായ ആശയവിശ്വാസങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസ സംഹിതകളെ ക്രോഡീകരിക്കുക വഴി അഖീദയിലെ മുഖ്യധാര മദ്ഹബിന്റെ ഇമാമായി അംഗീകരിക്കപ്പെടുകയും ചെയ്ത മഹാപണ്ഡിതൻ ആര്? അദ്ദേഹം മരണപ്പെട്ട വർഷം ഏത് എന്നുള്ളതാണ് ചോദ്യം. മഹാനായ സഹാബി വര്യൻ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽ പിറന്ന അലി ഇബ്നു ഇസ്മായിൽ എന്ന പേരുള്ള ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഈ പ്രമുഖ പണ്ഡിതൻ. ബസറയിൽ ഹിജ്റ 260 മഹാനവറുകൾ ജനിക്കുകയും ബഗ്ദാദിൽ ഹിജ്റ 324 മരണമടയുകയും ചെയ്ത മഹാനവറുകൾക്ക് 300-ലേറെ ഗ്രന്ഥങ്ങളുള്ളതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നു. ബഗ്ദാദിലേക്ക് വിജ്ഞാന സമ്പാദനത്തിനു വേണ്ടി കടന്നു ചെന്ന മഹാനവറുകൾ അന്നത്തെ ഹദീസ് പണ്ഡിതരിൽ പ്രമുഖനായ അൽ ഹാഫിൽ സക്കരിയ ഇബ്നു യഹ്യ സാജിയിൽ നിന്നാണ് ഹദീസ് പഠിച്ചിരിക്കുന്നത്. ഫിഖ്ഹ് ബഹുമാനപ്പെട്ട അബി ഖലീഫ അൽ ജംഹിയിൽ നിന്നും സഹൽ ഇബ്നു സർഹ്, മുഹമ്മദ് ഇബ്നു യാഖൂബ് അൽ മുഖ്രി, അബ്ദുറഹ്മാൻ ഇബ്നു ഖലിഫ് തുടങ്ങിയതായിരിക്കുന്ന ബസറക്കാര പണ്ഡിതന്മാരിൽ നിന്നുമാണ് പഠിച്ചത്. ഇൽമുൽ കലാം അഥവാ വിശ്വാസ ശാസ്ത്രം അഖീദയുടെ ഇൽമു പഠിച്ചിരിക്കുന്നത് തന്റെ ഉമ്മയുടെ ഭർത്താവായ എളാപ്പയായ അബി അലിയിൽ ജുബായി എന്ന് പറയുന്ന അന്നത്തെ മുഅ്തസിലികളുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന വ്യക്തിയിൽ നിന്നാണ്. തന്റെ പിതാവ് മരണപ്പെട്ടതിനു ശേഷം തന്റെ മാതാവിനെ വിവാഹം കഴിച്ചത് അന്നത്തെ മുഅ്തസിലികളുടെ ഷെയ്ഖ് ആയിരുന്ന അബു അലിയിൽ ജുബായി ആയിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് വിശ്വാസപരമായിരിക്കുന്ന കാര്യങ്ങൾ മഹാനവറുകൾ പഠിച്ചത്. അഖീദ പഠിക്കുന്നതിൽ വളരെയധികം താൽപര്യം കാണിച്ചിരുന്ന മഹാനവറുകൾ മുഅ്തസിലികളുടെ സിദ്ധാന്തങ്ങളിൽ വളരെയധികം നൈപുണ്യം നേടുകയും അതിൽ അങ്ങേയറ്റത്തെ പദവി കൈവരിക്കുകയും ചെയ്തു. തന്റെ ഉസ്താദവർകൾ അബു അലിയിൽ ജുബായി സംവാദങ്ങൾക്ക് വേണ്ടി, വാദപ്രതിവാദങ്ങൾക്ക് വേണ്ടി തനിക്ക് പകരം തന്റെ ശിഷ്യനായ അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിയായിരുന്നു പല സന്ദർഭങ്ങളിലും നിയോഗിച്ചിരുന്നത്. അങ്ങനെ മുഅ്തസിലികളുടെ വിശ്വാസ സംഹിതകളിൽ അഗാധ പാണ്ഡിത്യം നേടിയ മഹാനവറുകൾ പലപ്പോഴും പല സംശയങ്ങളും അതിൽ ഉണ്ടാകുമ്പോൾ തന്റെ ഉസ്താദിനോട് അതിന്റെ മറുപടി ചോദിക്കുമായിരുന്നു. തന്റെ അളാപ്പയായ അബു അലിൽ ജുബായിയോട് സംശയങ്ങൾ ചോദിക്കുമ്പോൾ ചിലതിനൊന്നും ഒരു തൃപ്തികരമായ മറുപടി നൽകിയിരുന്നില്ല. അങ്ങനെ അത് നീണ്ടുപോവുകയും പല ചോദ്യങ്ങൾക്കും മറുപടി കിട്ടാത്ത അവസ്ഥ വരികയും ചെയ്തപ്പോൾ മഹാനവറുകൾ ഇവരുടെ അഖീദയെ സംബന്ധിച്ചുകൊണ്ട്, മുഅ്തസിലികളുടെ അഖീദയെ സംബന്ധിച്ചുകൊണ്ട് ഒരു പുനരാലോചന നടത്തണമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അത് സംബന്ധമായ ഇങ്ങോട്ടുള്ള ചിന്ത കടന്നുകൂടി അത്തരം ചിന്തകളിൽ അദ്ദേഹം മുഴുകിയിരിക്കുകയും ചെയ്തു. അങ്ങനെ മുഅ്തസിലികളുടെ വിശ്വാസാചാരങ്ങൾ മുഴുവനും ഒരു പുനരാലോചനയ്ക്ക് വിധേയമാക്കിയപ്പോൾ മഹാനവറുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥ ഇസ്ലാമുമായിട്ട് യോജിക്കാത്തതുണ്ടെന്ന് ബോധ്യപ്പെടുകയും ഒരു ദിവസം മഹാനവറുകൾ രാത്രി സമയത്ത് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ശരിയായ പാത കാണിച്ചു തരുവാൻ വേണ്ടി മനമുരുകി പ്രാർത്ഥിക്കുകയും ചെയ്തു. അന്ന് കിടന്നിറങ്ങിയ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കാണുകയും നബിയെ കണ്ട സന്ദർഭത്തിൽ താൻ അനുഭവിക്കുന്ന വിഷയങ്ങൾ, പ്രയാസങ്ങൾ, വിശ്വാസപരമായ കാര്യങ്ങളിലുള്ളതായിരിക്കുന്ന ഒരുപാട് സംശയങ്ങളെക്കുറിച്ച് കൊണ്ടുള്ളതായ തന്റെ ആശങ്ക അറിയിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അലൈക ബിസുന്നത്തി, എന്റെ ചര്യയുമായും കൊണ്ട് നീ മുന്നേറണമെന്നുള്ള നിർദ്ദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയത്. മഹാനവറുകൾ പറയാണ്, ഫന്തബഹ്തു വആറൽതു മസായിലൽ കലാമി ബിമാ വജദ്തു ഫിൽ ഖുർആനി വൽ അഖ്ബാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടിയോടുകൂടി ഞാൻ ഉണർന്നുപോയി. ഇൽമുൽ കലാമിന്റെ മുഅ്തസിലികളുടെ വിശ്വാസ സംഹിതകളെല്ലാം തന്നെ പരിശുദ്ധ ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് ഞാൻ ഒരു പുനരാലോചന നടത്തി.
ഫഅസ്ബത്തുഹു വനബത്തു മാ സിവാഹു വറഅഇ ലഹരിയ. അങ്ങനെ പരിശുദ്ധ ഖുർആനും ഹദീസിലും പറഞ്ഞ വിശ്വാസ ആചാരങ്ങൾ ഞാൻ സ്ഥിരപ്പെടുത്തുകയും അതല്ലാത്ത മറ്റാ വിശ്വാസങ്ങളെ മുഴുവൻ ഞാൻ പുറന്തള്ളുകയും ചെയ്തു. ഈ തീരുമാനത്തോടുകൂടിയാണ് മഹാനവറുകൾ മുഅ്തസിലി വിശ്വാസത്തിൽ നിന്ന് രാജിയാകുന്നത്. പാരമ്പര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതൽക്ക് മുസ്ലിമീങ്ങൾ സ്വീകരിച്ചു വരുന്ന വിശ്വാസാചാരങ്ങൾക്കെതിരെ ആദ്യമായിട്ട് പുരോഗമന ചിന്താഗതിയുമായിട്ട് മുമ്പോട്ട് വന്ന പ്രസ്ഥാനമാണ് മുഅ്തസിലി വിഭാഗം. അവരുടെ ലക്ഷ്യം വളരെ മഹത്തരമായിരുന്നുവെങ്കിലും ഇസ്ലാമിന്റെ എതിരിലുള്ള കുപ്രചാരണങ്ങളെ ശക്തമായി നേരിടുക, ഇസ്ലാമിന് വേണ്ടി പ്രതിരോധ നിര സൃഷ്ടിക്കുക എന്നുള്ള മഹത്തരമായ ലക്ഷ്യമായിരുന്നെങ്കിലും അതിനവർ സ്വീകരിച്ച മാർഗം അത്ര ആശാസ്യകരമായിരുന്നില്ല. ബുദ്ധിയെ പ്രമാണമാക്കി കണ്ടുകൊണ്ട് പരിശുദ്ധ ഖുർആനെയും ഹദീസിനെയും ആ ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കണം. ബുദ്ധിക്കനുസൃതമായ വിശ്വാസാചാരങ്ങൾ മാത്രമേ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. ബുദ്ധി തള്ളിക്കളയുന്നതാണെങ്കിൽ ആ പ്രമാണം ഖുർആൻ പറഞ്ഞാലും ഹദീസ് പറഞ്ഞാലും അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് മുഅ്തസിലികൾ സ്വീകരിച്ചിരുന്നത്. അങ്ങനെ ബുദ്ധിക്ക് അമിതമായ പ്രാധാന്യം നൽകി പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ പിന്തള്ളുന്നൊരവസ്ഥയാണ് മുഅ്തസിലികളുടെ കാലഘട്ടത്തിൽ മികച്ചു നിന്നിരുന്നത്. അവരുടെ പല വിശ്വാസങ്ങളും ഇസ്ലാമിന്റെ അടിത്തറയുള്ളതായിരുന്നില്ല. മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങളെ സൃഷ്ടിക്കുന്നു. അല്ലാഹുവല്ല അവന്റെ നന്മയും തിന്മയും സൃഷ്ടിക്കുന്നത് മനുഷ്യൻ തന്നെയാകുന്നു. അതുപോലെ തന്നെ ബുദ്ധിക്ക് നല്ലതായി തോന്നുന്ന കാര്യങ്ങൾ അത് ചെയ്യാൻ നിർബന്ധവും ബുദ്ധിക്ക് അരോചകമായി തോന്നുന്നത് ചെയ്യാൻ പാടില്ലാത്ത ഹറാമുമാണെന്നുള്ള രീതിയിൽ ബുദ്ധിക്ക് അമിത പ്രാധാന്യം നൽകിക്കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വിധി വിലക്കുകളെ അവർ തീരുമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായി. ഇങ്ങനെ പ്രമാണങ്ങളെ പിന്തള്ളിക്കൊണ്ട് ബുദ്ധിക്ക് അമിതമായ പ്രസക്തി നൽകി മുന്നോട്ടു പോയപ്പോഴാണ് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഗുരുനാഥനായ തന്റെ ഉമ്മയുടെ ഭർത്താവുമായിരുന്ന അബു അലി ജുബായിയുമായും കൊണ്ട് ഒരു സംവാദത്തിന് കളമൊരുങ്ങുന്നത്. വെറും 3 ചോദ്യം കൊണ്ട് തന്നെ തന്റെ ഷെയ്ഖ് അബു അലി ജുബായിയെ മലർത്തിയടിക്കാൻ മഹാനായിരിക്കുന്ന അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് സാധിച്ചു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. ആ 3 ചോദ്യവും ശരിക്കും മുഅ്തസിലി പ്രസ്ഥാനത്തിന്റെ മുതുകു ഒടിക്കുന്ന രീതിയിലുള്ള ചോദ്യമായിരുന്നു. വ്യക്തമായ മറുപടി ഇല്ലാതെ കണ്ട് ഉഴന്ന് പരാജയം സമ്മതിക്കുന്ന രീതിയിലായിരുന്നു തന്റെ ഷെയ്ഖ് ആയ അബു അലി ജുബായിയുടെ പ്രതികരണമെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ആ 3 ചോദ്യവും മുഅ്തസിലി പ്രസ്ഥാനത്തിന്റെ മുതുകടിക്കുന്ന രൂപത്തിലുള്ള ചോദ്യമായിരുന്നു. വ്യക്തമായ മറുപടിയില്ലാതെ കണ്ട് തന്റെ മുന്നിൽ നിന്ന് പരിങ്ങിയ ഷെയ്ഖിന്റെ ദയനീയാവസ്ഥ മഹാനവറുകൾക്ക് കാണാൻ സാധിച്ചു. അതോടുകൂടിയാണ് മുഅ്തസിലി പ്രസ്ഥാനവുമായിട്ട് അദ്ദേഹം രാജിയാകാനുള്ള തീരുമാനമെടുക്കുന്നത്. 3 സഹോദരങ്ങളെക്കുറിച്ചാണ് മഹാനവറുകൾ ചോദിച്ചത്. അതിലൊരുവൻ സത്യവിശ്വാസം ഉൾക്കൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ച് നല്ല നിലയിൽ തന്നെ മരണപ്പെട്ടുപോയി. രണ്ടാമത്തവൻ സത്യവിശ്വാസം ഉൾക്കൊള്ളാതെ അവിശ്വാസിയായി ജീവിച്ചത്. അവിശ്വാസിയായിട്ട് തന്നെയാണ് അവൻ മരിക്കുന്നത്. അവൻ തമ്മാടിയുമായിരുന്നു. 3-ാമത്തെ വ്യക്തി അവനൊരു കുഞ്ഞാണ്, പ്രായപൂർത്തി എത്തിയിട്ടില്ല. ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ജുബായി കൊടുത്ത മറുപടി, നല്ല നിലയിൽ ജീവിച്ചു മരിച്ചവന് സ്വർഗത്തിലും വിശ്വസിക്കാതെ തമ്മാടിത്തരവുമായി ജീവിച്ചവൻ നരകത്തിലും. എന്നാൽ ഈ പ്രായപൂർത്തിയാവാത്ത കുട്ടി അവനക്ക് രക്ഷയുമുണ്ട്, അവന് നല്ല രക്ഷയുള്ള ആളുകളിൽപ്പെട്ടവനുമാണ് എന്ന് മറുപടി കൊടുത്തപ്പോൾ മഹാനായിരിക്കുന്ന അബുൽ ഹസൻ അശ്അരി ഇമാം ചോദിച്ചു. 3 സഹോദരങ്ങളെക്കുറിച്ചായിരുന്നു ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്അരി ഇമാം തന്റെ ഉസ്താദിനോട് ചോദിച്ചിരുന്നത്. വളരെ കൃത്യമായി അളന്നു മുറിച്ച ചോദ്യങ്ങൾ. ഒരാൾ വിശ്വസിച്ചു, മുസ്ലിമാണ്, നല്ല സൽക്കർമ്മങ്ങളെല്ലാം ചെയ്തുകൊണ്ട് മരണപ്പെട്ടു പോയ ഒരു വ്യക്തി. രണ്ടാമത്തെ വ്യക്തി മുസ്ലിമല്ല, അവിശ്വാസിയായിട്ടും
തമ്മാടിയായിട്ടാണ് അയാൾ ജീവിച്ച് മരിച്ചുപോയത്. മൂന്നാമത്തവൻ പ്രായപൂർത്തിയാവാത്ത ഒരു ചെറിയ കുഞ്ഞുമാണ്. ഈ 3 പേരുടെയും അവസ്ഥ എന്താണ് എന്നായിരുന്നു ചോദ്യം. ചോദ്യം കേട്ട അബു അലീൽ ജുബായി ഇങ്ങനെ പ്രതികരിച്ചു: മുസ്ലിമായി മരിച്ചുപോയ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച വ്യക്തി സ്വർഗത്തിലും കാഫറായി മരിച്ചുപോയ വ്യക്തി നരകത്തിലും, പ്രായപൂർത്തിയാവാത്ത കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് രക്ഷയുമില്ല ശിക്ഷയുമില്ലാത്ത അവസ്ഥയിലുമാണെന്ന് മറുപടി പറഞ്ഞു. മറുപടി കേട്ട അബുൽ ഹസൻ അശ്ശരി ഇമാം തിരിച്ചു ചോദിച്ചു: എങ്കിൽ ചെറുപ്പത്തിൽ മരിച്ചുപോയ കുഞ്ഞ് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹു നീ എന്തുകൊണ്ടാണ് എന്നെ ചെറുപ്പത്തിൽ തന്നെ മരിപ്പിച്ചു കളഞ്ഞത്? എനിക്ക് ആയുസ് തന്നുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരം നീ എന്തുകൊണ്ട് നൽകിയിട്ടില്ല എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും അവിടെ മറുപടി പറയുക എന്ന് അബു അലീൽ ജുബായിയോട് ചോദിച്ചപ്പോൾ ജുബായി പറയുകയുണ്ടായി, അള്ളാഹു പറയും, നിന്നെ ഞാൻ ദീർഘകാലം ജീവിപ്പിക്കുകയാണെങ്കിൽ നീ മറ്റേ കാഫറായ വ്യക്തിയെപ്പോലെ തെറ്റായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവിശ്വാസിയായി മരിച്ച് നരകത്തിൽ പോകും. അപ്പോൾ നിന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് നീ കുട്ടിയായി മരിക്കലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കുട്ടിയായി നിന്നെ മരിപ്പിച്ചത് എന്ന് അള്ളാഹു മറുപടി പറയുമെന്ന് അബു അലീൽ ജുബായി മറുപടി നൽകി. ഈ അവസരത്തിൽ കാഫറായി നരകത്തിൽ ശാശ്വതമായി കിടക്കുന്ന വ്യക്തി വന്നുകൊണ്ട് പറയുകയാണ്, അള്ളാഹുവെ, എങ്കിൽ നീ എന്നെ എന്തുകൊണ്ട് ചെറുപ്പകാലത്തിൽ തന്നെ മരിപ്പിച്ചില്ല? ഈ കുഞ്ഞിനുള്ളതുപോലെ ചെറുപ്പകാലത്തിൽ മരിപ്പിച്ചാൽ ഞാൻ കാഫറായി മരിക്കേണ്ട അവസ്ഥ ഉണ്ടാവുമായിരുന്നില്ലല്ലോ. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലത് അസ്ലഹ് എന്ന് പറയുന്നത് എന്നെ ചെറുപ്പത്തിൽ മരിപ്പിക്കലായിരുന്നില്ലേ എന്ന് കാഫറായ മനുഷ്യൻ ചോദിച്ചാൽ എന്തായിരിക്കും അവിടെ മറുപടി പറയുക എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ശരിക്കും ജുബായി ഉത്തരം മുട്ടുകയാണ് ഉണ്ടായത്. കാരണം അവരുടെ സിദ്ധാന്തത്തിന് എതിരായ മറുപടിയല്ലാതെ അവിടെ മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. മുഅ്തസിലി വിശ്വാസപ്രകാരം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തികൾക്കും ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് അള്ളാഹു ചെയ്തു കൊടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. അസ്ലഹ് മാത്രമാണ് അള്ളാഹു ചെയ്യുക. ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലതെന്തായിരുന്നു അതായിരിക്കും അള്ളാഹു അവനിക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള സിദ്ധാന്തമാണ് അവരുടേത്. ആ സിദ്ധാന്തം വെച്ച് നോക്കുമ്പോൾ ഇവിടെ കാഫറായ മനുഷ്യനെ ചെറുപ്പത്തിൽ മരിപ്പിച്ചുകൊണ്ട് അവനെ കുഫറിലേക്ക് എത്തിക്കാതെ തന്നെ രക്ഷപ്പെടുത്തേണ്ടതായിരുന്നു. അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ കുറച്ചും കൂടി ജീവിപ്പിച്ചുകൊണ്ട് സത്യവിശ്വാസിയായി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗത്തിലെത്താനുള്ള അവസരം കൊടുക്കേണ്ടതായിരുന്നു. അതാണ് ഇവനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ മെച്ചപ്പെട്ടത്. എന്തുകൊണ്ട് അള്ളാഹു ചെയ്തില്ല എന്നുള്ള ചോദ്യത്തിന് അവരുടെ ആ സിദ്ധാന്തം പൊളിക്കുന്ന രീതിയിലുള്ള ചോദ്യമാണ് എന്ന് മനസ്സിലാക്കുകയും ഉത്തരം കിട്ടാതെ പരിങ്ങുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട അബുൽ ഹസൻ അശ്ശരി ഇമാം പറയുകയുണ്ടായി, ഹുന വഖഫത്ത് ഹിമാറു ഷെയ്ഖ്, ഇവിടെ ഷെയ്ഖിന്റെ ഹിമാർ നിന്നുപോയിരിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ വേലി കടക്കാൻ കഴിയാതെ കണ്ട് സ്തംഭിച്ച് നിന്നുപോയി എന്നുള്ള തന്റെ പ്രസിദ്ധമായ ആ വാചകം പറയുകയുണ്ടായി. ഇതോടുകൂടെ മുഅ്തസിലി വിശ്വാസങ്ങൾക്ക് ഇസ്ലാമികമായ അടിത്തറ കണ്ടെത്താൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ മഹാനവറുകൾ അതിനോട് വിട പറയാൻ സമയമായെന്ന് ഗ്രഹിക്കുകയും തന്റെ ശിഷ്യന്മാരുമായി അദ്ദേഹം 15 ദിവസം അകന്ന് വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങാതെ താമസിക്കുകയും ചെയ്തു. അതിനുശേഷം വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് ശേഷം ബസറയിലെ ജുമാഅത്ത് പള്ളിയിലെ മിമ്പറിൽ കയറിക്കൊണ്ട് മഹാനവറുകൾ ഒരു പ്രസംഗം നടത്തുകയുണ്ടായി. മആശിറന്നാസ്, ഇന്നി ഇന്നമാ തഗയ്യബ്തു അൻകും ഫി ഹാദിഹിൽ മുദ്ദ ലിഅന്നി നദർതു ഫതകാഫഅത് ഇന്ദിയൽ അദില്ല വലം യതറജ്ജഹ ഇന്ദി ഹഖ്ഖുൻ അലാ ബാതിലിൻ വലാ ബാതിലുൻ അലാ ഹഖ്ഖിൻ ഫസ്തഹദൈതുല്ലാഹ തബാറക വതആല ഫഹദാനി ഇലാ മാ ഔദഅതുഹു ഫി കുതുബി ഹാദിഹി. ജനങ്ങളെ, ഞാൻ ഇത്രയും ദിവസം നിങ്ങളിൽ നിന്ന് മാറി നിന്നത് മുഅ്തസിലികളുടെ സിദ്ധാന്തങ്ങളെക്കുറിച്ചുകൊണ്ട് കൂടുതൽ ചിന്തിക്കാനും അതിന്റെ തെളിവുകളെക്കുറിച്ചുകൊണ്ട് കൂടുതൽ പഠനം നടത്താനുമായിരുന്നു. അങ്ങനെ അവസാനം ഞാൻ അള്ളാഹുവിനോട് ഹിദായത്തിനെ തേടുകയും ഞാൻ എന്റെ ഈ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതി വെച്ചതായിരിക്കുന്ന സത്യങ്ങളിലേക്ക് അള്ളാഹു തആല എന്നെ ഹിദായത്താക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ കയ്യിലുള്ളതായിരിക്കുന്ന കിതാബ് ജനങ്ങൾക്ക് കൊടുക്കുകയും വൻ ഖലഅതു മിൻ ജമീ മാ കുന്തു അഅതഖിദു, ഞാൻ മുമ്പ് വിശ്വസിച്ചിരുന്നതെല്ലാം തന്നെ ഞാൻ
ഒഴിവാക്കിയിരിക്കുന്നതും ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പരസ്യമായിട്ട് മുഅ്തസിലി ചിന്താഗതിയോട് വിട പറയുന്നതായി പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ മുഅ്തസിലി ചിന്താഗതി കൈയൊഴിച്ച മഹാനവറുകൾ പിന്നീട് അവശേഷിച്ച 2 പതിറ്റാണ്ടുകളോളം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിക്കുകയും മുഅ്തസിലി വിഭാഗത്തിന്റെയും മറ്റ് ഇസ്ലാമിക അവാന്തര വിഭാഗത്തിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ട് ശക്തമായ മുന്നേറ്റം നടത്തുകയുമുണ്ടായി. ഇസ്ലാമിക ലോകത്ത് ഒരുപാട് അവാന്തര വിഭാഗങ്ങൾ ഉടലെടുത്തിട്ടുണ്ടെങ്കിലും ആർക്കും തന്നെ മുസ്ലിം സമൂഹത്തിൽ വേരോടാൻ സാധിച്ചിരുന്നില്ല. മുഅ്തസിലി വിഭാഗം തന്നെ ഭരണാധികാരികളുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആദർശങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചെങ്കിലും അതുപോലെ രാഷ്ട്രത്തിന്റെ കുഞ്ചിക സ്ഥാനങ്ങളിൽ തന്നെ അവരുടെ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും തിരികെ കയറ്റിക്കൊണ്ട് മുഅ്തസിലി വിശ്വാസങ്ങൾ ജനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി അവർ ഒരുപാട് ശ്രമിച്ചെങ്കിലും അതെല്ലാം പാഴാവുകയായിരുന്നു. ജനങ്ങൾ ഹൃദയത്തെ ആകർഷിക്കുവാനോ അല്ലെങ്കിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണെന്ന് അവരെ കൊണ്ട് ബോധ്യപ്പെടുത്താനോ സാധിച്ചിരുന്നില്ല. ഇസ്ലാമിക പ്രമാണങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് ബുദ്ധിക്ക് അമിതമായ പ്രാധാന്യം നൽകി നിലവിൽ വന്ന മുഅ്തസിലി പ്രസ്ഥാനത്തിന്റെയും പ്രമാണങ്ങളെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കണം, ബുദ്ധി അവിടെ തീരെ പരിഗണിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുണ്ടായിരുന്ന ഹദീസ് പണ്ഡിതന്മാരുടെ വീക്ഷണത്തിന്റെയും ഇടയിലാണ് അശ്അരി മദ്ഹബിന്റെ പ്രസക്തി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു മിതമായ നിലപാട് സ്വീകരിച്ചതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സമൂഹത്തിൽ കാലാകാലങ്ങളിലും അശ്അരി തരീഖത്തിന് സ്വീകാര്യത കൈവന്നിട്ടുള്ളത്. മറ്റ് പ്രസ്ഥാനങ്ങൾക്ക് സംഭവിച്ചതായിരിക്കുന്ന ദുര്യോഗമൊന്നും അശ്അരി തരീഖത്തിന് സംഭവിക്കാതെ അത് കാലാകാലവും നിലനിൽക്കുവാനും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ ശക്തിയായ രീതിയിൽ അതിനെ പ്രതിനിധീകരിക്കുവാനും സാധിച്ചതും ഈ ഒരു മിതമായ നിലപാട് കൊണ്ട് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കാലാകാലങ്ങളിലായി അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് അശ്അരി തരീഖത്ത് അല്ലെങ്കിൽ മാതുരിദി തരീഖത്ത് എന്ന് പണ്ഡിതന്മാരെ പരിചയപ്പെടുത്തി പോന്നുകൊണ്ടിരിക്കുന്നത്. ഈ 2 വിശ്വാസധാരകൾക്കിടയിൽ ഏതാനും ചില ശാഖാപരമായ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസമല്ലാതെ കണ്ട് അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളിലും ഒന്നു തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കർമ്മപരമായ വിഷയത്തിൽ 4 മദ്ഹബ് സ്വീകരിക്കൽ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായതുപോലെ വിശ്വാസപരമായ കാര്യത്തിൽ ഒന്നുകിൽ അശ്അരി തരീഖത്ത് സ്വീകരിക്കണം അല്ലെങ്കിൽ മാതുരിദി തരീഖത്ത് സ്വീകരിക്കണം എന്നുള്ളതാണ് പണ്ഡിതന്മാരുടെ നിലപാട്. കർമ്മപരമായ വിഷയത്തിൽ ഈ 4 മദ്ഹബിന്റെ അപ്പുറത്തുള്ള മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ല, അത് ഹറാമാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയതുപോലെ തന്നെ വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒന്നുകിൽ അശ്അരി തരീഖത്തോ അല്ലെങ്കിൽ മാതുരിദി തരീഖത്തോ സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നും അതിനപ്പുറമുള്ള മറ്റൊരു ചിന്താധാരകളും സ്വീകരിച്ചുകൂടാ എന്നും പണ്ഡിതന്മാരെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകത്ത് നിലവിലുള്ള 4 മദ്ഹബുകളിൽ ഷാഫി മദ്ഹബിലെയും മാലിക്കി മദ്ഹബിലെയും ബഹുഭൂരിപക്ഷവും അശ്അരികളാണ്. അതുപോലെ തന്നെ ഹംബലി മദ്ഹബിലെ പ്രധാനികളെല്ലാവരും അശ്അരി മദ്ഹബുകാരാണ്. ഹനഫി മദ്ഹബിലെ പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെല്ലാവരും മാതുരിദികളുമാണ്. ഇങ്ങനെ 4 മദ്ഹബ് എടുത്ത് നോക്കിയാലും ഒന്നുകിൽ അവര് അശ്അരികളോ അല്ലെങ്കിൽ മാതുരിദികളോ ആണെന്ന് നമുക്ക് കണ്ടെത്താനാകും. ലോകത്ത് ഇന്നേ വരേക്കുമുള്ള ചരിത്രം അതാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഇതല്ലാത്ത മറ്റു വിഭാഗങ്ങൾക്ക് സമൂഹത്തിൽ വളരെ കുറഞ്ഞ കാലത്ത് മാത്രമേ സ്വാധീനം ചെലുത്താൻ പറ്റിയിട്ടുള്ളൂ. അവർക്കാർക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ കണ്ട് കാലാന്തരത്തിൽ എല്ലാം കാലഗതി അടഞ്ഞു പോവുകയാണുണ്ടായത്. ലോകത്ത് വിശ്വോത്തരമായ ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്ത് പരിശോധിച്ചാലും തഫ്സീർ ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാലും ചരിത്ര ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാലും ഫിഖ്ഹിന്റെ ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാലും അതിന്റെ എല്ലാം രചയിതാക്കൾ ഒന്നുകിൽ അശ്അരി തരീഖത്തുകാരി അല്ലെങ്കിൽ മാതുരിദി തരീഖത്ത് സ്വീകരിച്ചവരാണെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സ്വീകാര്യമായിരിക്കുന്ന ഗ്രന്ഥമാണല്ലോ സഹീഹുൽ ബുഖാരി. ആ സഹീഹുൽ ബുഖാരിക്ക് ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന വ്യാഖ്യാനം എഴുതിയ വ്യക്തിയാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി. ഷെയ്ഖുൽ മുഹദ്ദിസീങ്ങളുടെ ഷെയ്ഖ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. മഹാനവർകൾ അശ്അരി തരീഖത്തുകാരനായിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി
മുസ്ലിമിന് ഏറ്റവും വലിയ വ്യാഖ്യാനം എഴുതിയതായിരിക്കുന്ന മഹാനവർകളും അശ്അരി തരീഖത്തുകാരനാണെന്നുള്ളതിൽ ആർക്കാണ് സംശയമുള്ളത്? അതുപോലെ തഫ്സീർ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഷെയ്ഖുൽ മുഫസ്സിരീൻ അൽ ഇമാം അൽ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ ജാമിഉ ലി അഹ്കാമിൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം കൊണ്ട് പ്രസിദ്ധനായിരിക്കുന്ന മഹാനവർകൾ അശ്അരിയുൽ മദ്ഹബ്, അദ്ദേഹം അശ്അരി മദ്ഹബുകാരനായിരുന്നു. ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അസ്സവാജിർ ഇഖ്തിറാഫുൽ ഖബായിർ തുടങ്ങിയ ഗ്രന്ഥങ്ങളുടെ ഒട്ടനവധി ഫിഖ്ഹ് ഗ്രന്ഥങ്ങളുടെ കർത്താവായ മഹാനായ ഷെയ്ഖ് ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹിം അശ്അരി മദ്ഹബുകാരനായിരുന്നു. എല്ലാം പോട്ടെ, വിജ്ഞാന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളായ ബഹുമാനപ്പെട്ട അബൂബക്കർ അൽ ബാഖിലാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമുൻ ഇബ്നു ജസ്സി, അതുപോലെയുള്ള ഒരുപാട് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും പണ്ഡിതന്മാരുടെ നിര നാം എടുത്ത് പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അശ്അരി തരീഖത്തോ അല്ലെങ്കിൽ മാതുരിദി തരീഖത്തോ സ്വീകരിച്ചവരാണ് വിശ്വാസപരമായ കാര്യത്തിൽ. ഇത് നമുക്ക് നിഷേധിക്കാൻ സാധ്യമല്ലാത്ത ഒരു വസ്തുതയാണ്. ഇന്ന് ഇസ്ലാമിക ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന ഒരു കലാലയമാണ് ഈജിപ്തിലെ ജാമിഉൽ അസ്ഹർ. 1000-ലധികം വർഷങ്ങളായി അശ്അരി തരീഖത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു വിശ്വപ്രശസ്ത സ്ഥാപനമാണ് ജാമിഉൽ അസ്ഹർ എന്ന് പറയുന്നത്. അശ്അരി മദ്ഹബിന്റെ ഈറ്റില്ലമായ ജാമിഉൽ അസ്ഹറിലെ പണ്ഡിതന്മാരും അവിടുന്ന് പുറത്തു വന്ന പണ്ഡിതന്മാരും അവിടെ പഠിപ്പിക്കപ്പെടുന്ന സിലബസുമെല്ലാം തന്നെ അശ്അരി തരീഖത്തിലെ വിശ്വാസ കാര്യങ്ങളാകുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാൻ പോകുന്ന കാര്യം തന്നെയാണ്. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത് അശ്അരി മാതുരിദി തരീഖത്തുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ പണ്ഡിതന്മാരും പള്ളി മദ്രസകളുടെ ഭരണഘടന എഴുതുന്ന സന്ദർഭത്തിൽ കർമ്മപരമായി 4 മദ്ഹബും വിശ്വാസപരമായി ഒന്നുകിൽ അശ്അരിയോ അല്ലെങ്കിൽ മാതുരിദി ആയിരിക്കണമെന്നുള്ളതായ ആ ഭാഗം എഴുതി ചേർക്കാൻ വേണ്ടി പ്രത്യേകമായി നിഷ്കർഷിച്ചു പോരുന്നത്. യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ പ്രതിനിധീകരിക്കുന്നതായ കക്ഷി അശ്അരികളോ മാതുരിദികളോ ആണ് എന്നുള്ളതിലേക്ക് വ്യക്തമായി വെളിച്ചം വീശുന്ന ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലതഫ്തഹുന്നൽ ഖുസ്തന്തീനിയ വലനിഅമൽ അമീറു അമീറുഹാ വലനിഅമൽ ജയ്ഷു ജയ്ഷുഹാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുക തന്നെ ചെയ്യും. ആ രാജ്യത്തെ പിടിച്ചടക്കുന്ന ഇസ്ലാമിക സൈന്യം എത്ര അനുഗ്രഹീതമായ സൈന്യമാണ്. ആ സൈന്യത്തെ നയിക്കുന്ന അതിന്റെ അമീർ എത്ര അനുഗ്രഹീതനായ അമീറാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പ്രശംസിക്കുകയുണ്ടായി. ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, ഉസ്മാനിയ ഖലീഫമാരിൽ മുഹമ്മദുൽ ഫാത്തിഹിന്റെ നേതൃത്വത്തിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിങ്ങൾ പിടിച്ചടക്കിയത്. മഹാനായിരിക്കുന്ന ഖലീഫ മുഹമ്മദുൽ ഫാത്തിഹ് അദ്ദേഹം മാതുരിദി വിശ്വാസക്കാരനായിരുന്നു. അദ്ദേഹം നയിച്ചിരുന്ന സൈന്യമാണെങ്കിൽ അവര് അശ്അരി തരീഖത്തുകാരും മാതുരിദി തരീഖത്തുകാരുമായ സൈന്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ട് വിശ്വാസധാരകളും ഇസ്ലാമിൽ നിന്ന് പുറത്തല്ല, ഇസ്ലാമിനെ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്ന വിശ്വാസധാരകളാണെന്ന് വളരെ വ്യക്തമായി തിരികെയാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കലും പിഴച്ച വിശ്വാസക്കാരെ കുറിച്ചുകൊണ്ട് പ്രശംസ ചെയ്യുകയില്ല, പിഴച്ച സൈന്യത്തെക്കുറിച്ചുകൊണ്ട് ഒരിക്കലും പ്രശംസ വാക്കുകൾ പറയുകയില്ല. അള്ളാഹുവിന്റെ റസൂല് ആ പട്ടാളത്തെയും അതിന്റെ അമീറിനെയും പ്രശംസിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അവരുടെ പ്രസ്ഥാനം, അവരുടെ വിശ്വാസധാരകൾക്ക് എന്തുകൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രശംസ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്ലാം പഠിപ്പിക്കാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്ത, പരിശുദ്ധ ഖുർആനിൽ നിന്ന് വ്യക്തമാവാത്തതായിരിക്കുന്ന ഒരാശയം ലോകത്തിന് സമർപ്പിക്കുകയായിരുന്നില്ല മഹാനായിരിക്കുന്ന അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി ചെയ്തത്. ഇസ്ലാമിന്റെ വിശ്വാസ ആദർശങ്ങളെ ശക്തമായ രീതിയിൽ തെളിവുകൾ സഹിതം ബുദ്ധിപരമായും പ്രാമാണികമായിട്ടും അതിനെ സ്ഥിരപ്പെടുത്തുകയും അതിലുണ്ടാവുന്ന സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്ന രീതിയിൽ അതിന് വേണ്ട ചിട്ടവട്ടങ്ങൾ ക്രോഡീകരിക്കുക എന്നുള്ള ഒരു മഹത്തായ സേവനമാണ് മഹാനവറുകൾ ചെയ്തിരിക്കുന്നത്. വെല്ലുവിളികൾ നിറഞ്ഞ ആധുനിക കാലഘട്ടത്തിൽ നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങൾക്ക് മുമ്പിൽ ശക്തമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ സംരക്ഷിച്ചു പോരുവാൻ കെൽപ്പുറ്റ ഏക പ്രസ്ഥാനം അശ്അരി തരീഖത്ത്
അല്ലെങ്കിൽ മാതുരിദി തരീഖത്ത് മാത്രമാണ് എന്നുള്ളത് ഒരു സത്യമായി നിലനിൽക്കുന്നു.